നമസ്തേ. കേനോപനിഷത്തിലെ 3-ാം ഖണ്ഡം ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തുന്നത് അക്ഷന്ത അസ്മാകമേവായം വിജയു അസ്മാകമേവാ അയം മഹിമേതി. ദേവന്മാരെ വിചാരിക്കുകയാണ് ദേവാസുര യുദ്ധത്തിൽ തങ്ങൾ ജയിച്ചത് തങ്ങളുടെ കഴിവുകൊണ്ടാണ്. ഈ ജയവും മാഹാത്മ്യവും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ദേവന്മാർ വിചാരിച്ചു. ആ സമയത്ത് മറ്റൊരു കാര്യം സംഭവിച്ചു. 3-ാം ഖണ്ഡത്തിലെ 2-ാം മന്ത്രം അതാണ് സൂചിപ്പിക്കുന്നത്. തദ്ധൈഷാം വിജജ്ഞൗ തേഭ്യഃ പ്രാദുർബഭൂവ തന്ന വ്യജാനദാകിമിദം യക്ഷമിതി. തദ്ധൈഷാം വിജജ്ഞൗ തേഭ്യഃ പ്രാദുർബഭൂവ തന്ന വ്യജാനദാകിമിദം യക്ഷമിതി. തത് അത് ആ ബ്രഹ്മം യേഷാം ഇവരുടെ ദേവന്മാരുടെ വിചാരത്തെ വിജജ്ഞൗഹ അറിഞ്ഞു തന്നെ തേഭ്യഃ അവർക്ക് പ്രാദുർബഭൂവഃ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇദം യക്ഷം ഈ യക്ഷനെ കിം എന്താണ് ഇതി എന്ന് തതതിനെ ന വ്യജാനത അറിഞ്ഞില്ല. ദേവന്മാരുടെ ഈ തെറ്റായ വിചാരധാരയെ അറിഞ്ഞുകൊണ്ട് ഈശ്വരൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ അദ്ഭുതമായ രൂപം എന്താണ് എന്ന് ദേവന്മാർക്ക് അറിയുവാൻ കഴിഞ്ഞില്ല. ഒരു യക്ഷന്റെ രൂപത്തിലാണ് ദേവന്മാരുടെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടത്. ഈശ്വരൻ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? ഒരു ചോദ്യം ഈ സന്ദർഭത്തിൽ ഉയർന്ന് വരാം. ഈശ്വരൻ എങ്ങനെയാണ് ഒരു രൂപം, ഒരു നാമം സ്വീകരിക്കുന്നത്? ദൈവം കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചിക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും ചെയ്യുന്ന ഒരു ചിത്പുരുഷനാകുന്നു എന്ന ഗുരുദേവ വാണി ഇതുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും? ഇവിടെ പറയുന്ന ദൈവം പ്രത്യക്ഷപ്പെടുമെന്നാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടോ? ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഇതിനെ ഒരു ഉദാഹരണ രൂപത്തിൽ പറയാറുണ്ട്, നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ. സമുദ്രത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് തണുപ്പ് വളരെ കൂടിപ്പോയാൽ ജലം തന്നെ ഐസ് കട്ടയായിട്ട് മാറും. ഐസ് കട്ടയിൽ ജലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഐസ് കട്ട എങ്ങനെയുണ്ടായി? ജലം തന്നെയായ ഐസ് കട്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ തണുപ്പിന്റെ വർധനവിനനുസരിച്ച് ഒരു രൂപം പ്രാപിച്ച. അതേപോലെ സർവജ്ഞനും സർവശക്തനും സർവേശ്വരനുമായ ജഗദീശ്വരനെ എന്താണ് സാധിക്കാത്തത്? ഒന്ന് ചുറ്റുപാടും കണ്ണോടിച്ച് നോക്കിക്കുക. എവിടെയെങ്കിലും അവതാരം നടക്കുന്നുണ്ടോ? പ്രത്യക്ഷപ്പെടൽ ഉണ്ടാവുന്നുണ്ടോ? ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥാനത്ത് സാന്നിധ്യം ഉണ്ടാവുന്നതിനെയാണല്ലോ പ്രത്യക്ഷപ്പെടൽ എന്ന് പറയുന്നത്. ഒരു സ്ത്രീ 10-20 വയസ്സ് വരെ ജീവിച്ചു, 20 വയസ്സ് വരെ സുഖകരമായിട്ട് കുട്ടിയായിട്ടും നവോഢയായിട്ടും ഒക്കെ ജീവിച്ചു. യൗവനയുക്തയായ അവള് വിവാഹിതയുമായി. വിവാഹിതയായി 1 വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വന്നു ഭവിച്ചു. 20 വർഷമായിട്ട് സംഭവിക്കാത്ത ഒരു കാര്യം അവിടെ ഇതാ ഒരു പ്രത്യക്ഷപ്പെടല് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഒരു കുഞ്ഞുണ്ടായി, അതിപ്പോ ഉണ്ടായി വന്നതാ, പ്രത്യക്ഷപ്പെട്ടതാ.
10 മാസം അമ്മയുടെ ഉദരത്തിലിരുന്ന ആ കുഞ്ഞ് 10 മാസം പൂർത്തിയായപ്പോൾ ഇതാ പുറത്തേക്ക് പ്രത്യക്ഷപ്പെടൽ പൂർത്തീകരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. ഇതാ ഒരു കുഞ്ഞിന്റെ ജനനം ഉണ്ടായി, ആവിർഭവിക്കുകയല്ലേ, പ്രത്യക്ഷപ്പെടുകയല്ലേ. ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെടൽ തന്നെയാ അത്. ദൈവമാണ് ആ കുഞ്ഞിന്റെ ഉള്ളില് ചൈതന്യമായിട്ട് വർദ്ധിക്കുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും എത്രമാത്രം അവതാരങ്ങളാ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഭാഗവതം പറയുന്നത് അവതാരോ ഹ്യസംഖ്യേയ, ആർക്കും തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര അവതാരങ്ങളുണ്ട് ഈ ലോകത്ത്. ദിവസവും അവതാരങ്ങളുണ്ടാകും. ദിവസവും നല്ല നിമിഷങ്ങൾ തോറും അവതാരമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈശ്വരന്റെ പ്രത്യക്ഷപ്പെടൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പയറുമണി കിളിർത്തു വരുന്നെങ്കിൽ അവിടെ ഈശ്വരന്റെ പ്രത്യക്ഷപ്പെടല. ഒരു കുഞ്ഞ് ജനിച്ചു വരുന്നുവെങ്കിൽ, ഒരു മുട്ട വിരിഞ്ഞൊരു കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ ഉള്ളിൽ നിന്ന് ഒരു മാവിൻ്റെ തൈ പുറത്തേക്ക് വരുന്നുവെങ്കിൽ അത് പ്രത്യക്ഷപ്പെടലാണ്. ഇപ്പൊ ദൈവത്തിന് പ്രത്യക്ഷപ്പെടാൻ പ്രത്യേകിച്ച് ഒരവസരം വേണ്ട. പിന്നെ ഏതെങ്കിലും ഒരു മനുഷ്യരൂപത്തിലോ അല്ലെങ്കിൽ അതേപോലെ ഒരു ദിവ്യമായ രൂപത്തിൽ വരുമ്പോൾ മാത്രം എന്താ പ്രത്യക്ഷപ്പെടലെന്ന് പറയുന്നത്? സാധാരണ മനുഷ്യന് ഈശ്വരനിൽ ഒരു വിശ്വാസമുണ്ടാകാൻ വേണ്ടി മാത്രം പറയുന്ന കഥകളാത്. പക്ഷെ ഇവിടെ ഇതാ യാഥാർത്ഥ്യം സംഭവിക്കുന്നു. ഓരോ സെക്കൻഡിലും ഈശ്വരന്റെ അവതാരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദേവന്മാരുടെ മുമ്പിൽ ഒരു യക്ഷൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നതിൽ അത്ഭുതം വല്ലതും ഉണ്ടോ? യക്ഷരൂപത്തിലെ ഈശ്വര ചൈതന്യം അവിടെ വന്നു. മനുഷ്യരൂപത്തിൽ ഈശ്വര ചൈതന്യം വരുന്നു. മാനായിട്ട്, മയിലായിട്ട്, കുയിലായിട്ട്, നഖമായിട്ട്, ഗഗമായിട്ടൊക്കെ ഈശ്വരന്റെ പ്രത്യക്ഷപ്പെടൽ എന്നും എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ ഒരു യക്ഷന്റെ രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടുകൂടെ? അതോ യക്ഷൻ എന്ന് പറയുന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ വയ്യ എന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? കോടാനുകോടി ജീവജാലങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അതൊന്നും ഞങ്ങൾ കാണാത്തതിനെ വിശ്വസിക്കില്ല എന്ന് ചില വിഡ്ഢികൾ പറയാറുണ്ട്. ദൈവത്തെ കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ, കാണാത്തതിനെ ഞങ്ങൾ വിശ്വസിക്കത്തില്ല. നമുക്ക് മറ്റൊന്ന് തരത്തിൽ ചോദിക്കാം, നിങ്ങൾ കാണാത്തതിനെ വിശ്വസിക്കൂ കുഞ്ഞേ. കൊറോണയുടെ വൈറസിനെ ആരെങ്കിലും കണ്ടോ? പക്ഷേ മോറായും മുഖത്ത് വെച്ചുകൊണ്ടല്ലേ നടപ്പ്, മാസ്ക്. എവിടെയും ചെന്നാൽ കൈ കഴുകുന്നു, സാനിറ്റൈസർ ഉപയോഗിക്കുന്നു, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. നിങ്ങൾ കണ്ടോ വൈറസിനെ? കാണാത്തതിനെയല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? ദിവസവും നമ്മളിത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, കാണാത്തതിനെ തന്നെ വിശ്വസിക്കുന്നു. ഇപ്പൊ ഈ സന്ധ്യാവേളയിലോ രാത്രിയിലോ ആണെങ്കിൽ സൂര്യനെ കാണുന്നില്ല, പക്ഷെ സൂര്യനിൽ നമ്മൾ വിശ്വസിക്കില്ലേ? അപ്പൊ വിശ്വാസം വിളക്കായിട്ട് നമുക്ക് തീരുകയാണ്. ആ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാകുമ്പോഴോ ഇതാ ദൈവം തന്നെ എൻ്റെ മുമ്പിൽ ഒരു വടിവായി നിൽക്കുന്നു എന്ന് കാണുവാനുള്ള ജീവിത വിശുദ്ധി ഉണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു എന്നാ. അതുകൊണ്ടാ ഗുരു പാടിയത് മീനായതും ഭവതി മനായതും ജനനി നീ നാഗവും നഗഗകം ധനായതും ധരനദീനാരിയും നരനുമാ നാഗവും നരകവും. നദിയും നരനും നാഗവും പർവ്വതവും പക്ഷിയും പാമ്പും പുല്ലും പുഴുവും എല്ലാം ജഗദീശ്വരന്റെ അവതാരങ്ങളാണ്. ജഗദീശ്വരൻ പ്രത്യക്ഷപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ പ്രസംഗ വിഷയമായ കേനോപനിഷത്തില് ദൈവം യക്ഷരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരും നെറ്റി വിളിക്കണ്ട. ഏത് രൂപത്തിലും ഈശ്വരൻ ഇവിടെ പ്രാദുർഭവിക്കാം, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഈശ്വരനെ കാണുവാൻ കേനോപനിഷത്തിലെ ഋഷിയുടെയും ശ്രീനാരായണ മാമുനിയുടെയും കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. നന്ദി.